നമസ്കാരം, ഞാൻ വിനു പ്രസാദ്. നമ്മളൊരു വീട് പണിയുമ്പോൾ അതിന് പലതരം കോൺട്രാക്റ്റുകൾ കൊടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ തന്നെ മുമ്പൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പലരും സ്വീകരിക്കുന്ന ഒരു കോൺട്രാക്ട് മെത്തേഡാണ് പീസ് വർക്ക് കോൺട്രാക്ട് എന്നുള്ളത്. ഈ പീസ് വർക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഉള്ള ഗുണവും ദോഷവും എന്താണ് എന്ന കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. പീസ് വർക്ക് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളും വ്യത്യസ്തരായിട്ടുള്ള കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. സ്ട്രക്ചറൽ വർക്ക് ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു, വയറിംഗ് ആൻഡ് പ്ലംബിംഗ് മറ്റൊരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു, കബോർഡ് വർക്ക് മറ്റൊരു കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു, ടൈൽ വർക്ക്, പെയിന്റിങ്, ഇതൊക്കെ തന്നെ ഇത് വ്യത്യസ്തരായ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിലെ ഗുണമെന്ന് പറയുന്നത് ഈ ഉടമസ്ഥന് കൂടുതൽ ബാർഗെയിനിങ് നടക്കും എന്നുള്ളതാണ്. കാരണം റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യമായിട്ടുള്ള ഒരു ബാർഗെയിനിങ് പലരുമായി ആയതുകൊണ്ട് നടത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിന്റെ ദോഷങ്ങൾ, ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വർക്കുകൾ തമ്മിലുള്ള കോമ്പിനേഷനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം ഓരോ പണിയും നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഈ നമ്മുടെ തൊഴിലാളികൾ തമ്മിലുള്ള നല്ലൊരു കോമ്പിനേഷൻ അവിടെ ആവശ്യമാണ്. അതുപോലെ മേൽനോട്ടവും ആവശ്യമാണ്. അപ്പോൾ വ്യത്യസ്തരായ പണിക്കാര്, പല കോൺട്രാക്ടർമാരുടെ കീഴിലുള്ള പണിക്കാര് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് പണിയേണ്ട ഘട്ടങ്ങൾ വരുന്ന സമയത്ത് അത് തന്നെ നമുക്ക് ഒരു മാനേജ്മെന്റിന് പലതരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം ക്വാളിറ്റി ചെക്കിംഗ് ആണ്. കാരണം പലര് ചെയ്യുന്നതായതുകൊണ്ട് അവർ ചെയ്യുന്ന വ്യത്യസ്തമായ രീതികളായിരിക്കും, ഓരോരുത്തരും സ്വീകരിക്കുന്ന വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി നിലനിർത്തുക എന്നുള്ളത് ഈ പീസ് വർക്ക് കോൺട്രാക്റ്റിൽ നമുക്ക് അത്ര എളുപ്പമല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വർക്ക് ലാഗ് ചെയ്യാൻ, വർക്ക് ഇടയ്ക്ക് ഡിലേ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഓരോ കോൺട്രാക്ടർമാരും കൃത്യസമയത്ത് നമ്മൾ പറയുന്ന അതേ സമയത്ത് വന്നിട്ട് ഓരോ പണികൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നില്ല. കാരണം അവർക്ക് മറ്റു പല സ്ഥലത്തും പണി ഉള്ളതുകൊണ്ട് അവർക്ക് ആ സൈറ്റിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും താമസിക്കാറുണ്ട്. അപ്പോൾ വർക്ക് താമസിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ഒരു വീട് പണിയിൽ ഈ പീസ് വർക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പരിചയസമ്പന്നനായിട്ടുള്ള, വിശ്വസ്തനായിട്ടുള്ള, സാങ്കേതിക മികവുള്ള ഒരു കോൺട്രാക്ടർക്ക് നമ്മൾ ടേൺ കീ കോൺട്രാക്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. പിന്നെ അതിനകത്ത് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേണമെങ്കിൽ നമ്മുടെ കരാറിൽ നമുക്ക് ഈ സാനിറ്ററി ഫിറ്റിങ്സ്, അതുപോലെ തന്നെ ടൈല്, അങ്ങനെയുള്ള ചില സാധനങ്ങൾ, വീട്ടിനുള്ളിൽ വെക്കേണ്ട സാധനങ്ങൾ, ആ സാധനങ്ങൾ ഉടമസ്ഥൻ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ കോൺട്രാക്റ്റിൽ ആ കാര്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ ടേൺ കീ കോൺട്രാക്റ്റിൽ തന്നെ നമ്മുടെ റേറ്റിനകത്ത് വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നിലവാരമുള്ള, ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്തുക്കള്, സാധനങ്ങൾ നമുക്ക് ഈ മേഖലയിലൊക്കെ തന്നെ, ഈ സാനിറ്ററി ആണെങ്കിലും ശരി, ലൈറ്റ് ഫിറ്റിങ്സ് ആണെങ്കിലും ശരി, അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ആണെങ്കിലും ശരി, ടൈലടക്കമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഒരു രീതിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം.